അങ്ങനെ ഇന്ന് പുലർച്ചെ ഷാർജ എയർപോർട്ടിൽ തിരികെയാണ്. വീട് വരെ പോകാൻ ചെറിയ യാത്രയാണ്. ഏർലി മോർണിംഗ് 2 o'clock ആയിട്ടുള്ളൂ. 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. ചെറുതായിട്ടൊരു യാത്ര ചിൽഡായിട്ട് വരാം. ചൂടിന്നൊക്കെ മാറി നാട്ടിൽ നിന്ന് നൈസായിട്ട് വരാൻ വിചാരിച്ചിട്ട് ഒരുപാട് സമയമുണ്ട് ഫ്ലൈറ്റ് വരാൻ. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഷാർജ എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നാളെ 7 വർഷമൊക്കെ ദുബായി വന്നപ്പോഴും ആദ്യമായിരുന്നു ഷാർജ. അതിൻ്റെതായിട്ട് ലിമിറ്റേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നോക്കാം എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം ഷാർജ എയർപോർട്ടാണുള്ളത്. ഷാർജ എയർപോർട്ടിന്റെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഇവിടെയുള്ളത്. ഇവിടെ അത്യാവശ്യം ലിക്കറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഓഫറിലൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ വാങ്ങിക്കാറില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ ഇതാണ് നമുക്ക് പോകേണ്ട ഗേറ്റ്. ഗേറ്റ് നമ്പർ 7. കട്ട വെയിറ്റിംഗ് ആണ് ഒരു ഫ്ലൈറ്റ് വേണ്ടിയിട്ട്. ഇനി ഏകദേശം 1 മണിക്കൂർ കൂടെ ഉണ്ട്. വെയിറ്റ് ചെയ്ത് തോറ്റു. ഉറക്കമൊക്കെ രാവിലെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചേരം നടക്കാം എന്ന് വിചാരിച്ചിറങ്ങിയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും കാണുന്നില്ല. ആസ് യൂഷ്വൽ ചെറിയ തിരക്കൊക്കെ ഉണ്ട്. കാണികളൊക്കെ അത്യാവശ്യം ഇതിലേക്കായിട്ട് നടന്നു വരുന്നുണ്ട്. ആശാമാര് അവർക്കും ഓരോ രാജ്യത്തേക്കൊക്കെ പോകണ്ടേ. അങ്ങനെ ഇച്ചിരി തിരക്ക് കുറഞ്ഞ ദിവസം. പുലർച്ചെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഉച്ചയ്ക്കാണോ സമയത്ത് തിരക്കുണ്ടാവും.